മദ്യനിർമ്മാണശാലയ്ക്ക് CPM പച്ചക്കൊടി വീശിയതോടെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. ഇന്നലെ നടന്ന LDF യോഗത്തിൽ ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്നാണ് CPM നിലപാട് വ്യക്തമാക്കിയത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ലെന്ന് CPI, RJD ഉൾപ്പെടെയുള്ള പാർട്ടികളെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് തീരുമാനവുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം. വിശദാംശങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, എല്ലാവരെയും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ സംയോജിത മദ്യനിർമ്മാണശാല എന്ന ദൗത്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് ഏത് തരത്തിലാണ് ഇവരെ ബോധ്യപ്പെടുത്തിയത്? കാരണം വാട്ടർ അതോറിറ്റി പോലും പറയുന്നത് ഇക്കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ബോധ്യപ്പെടുത്തിയത്? അതായത് ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് എലപ്പുള്ളി സാക്ഷിയാകും എന്നുള്ളത് സംശയമില്ല. പഞ്ചായത്തും വ്യക്തമാക്കുന്നത് തങ്ങൾ ജനകീയ പ്രതിഷേധത്തിനൊപ്പം ഈ തീരുമാനം വന്നതിന് ശേഷം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ജനകീയ പ്രതിഷേധത്തിനൊപ്പം നിൽക്കും, ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം നടക്കുന്നുണ്ട്. BJPയുടെ രണ്ടാം ഘട്ട സമരം എലപ്പുള്ളിയിൽ തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം മുന്നണിയിൽ തന്നെ അതൃപ്തികൾ ഉള്ളപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുന്നണിക്കകത്തു നിന്നും പുറത്തുനിന്നും ആ പ്രതിഷേധം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ പ്രതിഷേധമൊക്കെ തന്നെ എലപ്പുള്ളിയിൽ ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് കാണാം. വരും ദിവസങ്ങളിൽ ഏതായാലും കൂടുതൽ ഈ വിവാദം കത്തുകയും കൂടുതൽ പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും വീണ്ടും പ്രതിഷേധത്തിന് തന്നെ പ്രദേശവാസികൾ തയ്യാറെടുക്കുകയാണോ? തീർച്ചയായും. അതായത് വീണ്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിന് ബന്ധപ്പെടുമ്പോഴും അതോടൊപ്പം തന്നെ കൂടുതൽ അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് K. സുരേന്ദ്രൻ ഈ പാലക്കാട് ജില്ലയിലുണ്ട്. അദ്ദേഹം ഇന്ന് പാലക്കാട് ബ്രൂവറിക്കെതിരായ ഒരു സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. BJP അതിന്റെ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം C. കൃഷ്ണകുമാർ പ്രസ് മീറ്റ് മാധ്യമ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. അതായത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളുമായി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ സമരമായി മുന്നോട്ട് വരികയാണ്. ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വ്യാപകമായൊരു പ്രതിഷേധത്തിന് തന്നെ അത് കളം വരും എന്നുള്ളതാണ്. പ്രധാനമായും ആശങ്ക ഈ കുടിവെള്ളം സംബന്ധിച്ചുള്ളതാണ്. പ്രദേശവാസികൾ പറയുന്ന പ്രധാന ആശങ്ക കുടിവെള്ളം സംബന്ധിച്ചുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിവിധ ആരോപണങ്ങൾ ഈ കമ്പനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണ ചട്ടങ്ങൾ പാലിച്ചല്ല സ്ഥലങ്ങൾ വാങ്ങിയത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തണ്ണീർത്തട നിയമപ്രകാരം അതിന്റെ ആ നിയമങ്ങളുടെ ലംഘനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് തരം മാറ്റാൻ അനുമതി കിട്ടിയില്ല. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിന് കൂടി കളമാവുകയാണ് ഈ വിഷയം.